കുറേ മാങ്ങയുണ്ട്. ഇപ്പോൾ താഴ്ന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ പേരിലാണ് നമ്മൾ മേലെ കയറിയത്. മാവിൻ്റെ മേലേക്ക് കയറാം. അപ്പോൾ നമ്മൾ കയറാൻ പോണ്ടാ. പച്ചോനെ കാക്കടേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങ പൊട്ടിക്കുന്നത് നമ്മൾ താമസിക്കുന്നതിന് മേലൊരു മാവുണ്ട്. അപ്പോൾ ആ മാവിൽ നിന്നാണ് നമ്മൾ മാങ്ങ പൊട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് മാവിൻ്റെ മേലേക്ക് കയറാം. അപ്പോൾ നമ്മൾ കയറാൻ പോണ്ടാ. പച്ചോനെ കാക്കടേ. ഓ നമുക്ക് പൊടിയാണല്ലോ. തോന്നണ്ട കയ്യത്തി പറിക്കാം. ലാസ്റ്റ് ബാക്കിൽ നോക്കിയോ. നോക്കട്ടെ. പഴയ തോട്ടിയാണ്, പണ്ട് മാങ്ങ പൊട്ടിച്ചിരുന്നത് തോട്ടിയാണ്. അപ്പൊ ഈ തോട്ടിയാണ് നമ്മ മാങ്ങ പൊട്ടിക്കാൻ പോണ്ട. അത് പഴുത്ത മാങ്ങയൊക്കെ പഴുത്ത മാങ്ങ. അപ്പൊ ഇതാണ് മാങ്ങ. ഇഷ്ടം പോലെ മാങ്ങയുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇത് മറ്റേ ഇങ്ങനെ പഴുത്ത് ചൂട് കൊണ്ട് പാടി പഴുത്ത് കിടക്കുന്നുണ്ട്. കുറേ മാങ്ങയുണ്ട്. ഇപ്പൊ താഴ്ന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതിൻ്റെ പേരിലാണ് നമ്മൾ മേലെ കയറിയത്. അങ്ങ് മേലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. എന്തോരം മാങ്ങയാണ്. ആഹാ, ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിലുള്ള മാങ്ങയൊക്കെ നമ്മൾ പൊട്ടിക്കും. പഴുത്ത മാങ്ങ കേട്ടോ, പഴുത്ത മാങ്ങ. ഓ കുഞ്ഞനാണ്, പക്ഷെ പഴുത്ത് പോയി. വേറെ പോകാം. താഴെ വീഴാണ്ട് പരമാവധി നമുക്ക് തോണ്ടിടാം. ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടാ. ഒരെണ്ണം കിട്ടി, ഒരെണ്ണം കൈ കിട്ടി. രണ്ടെണ്ണം കൈ പോകുന്നുണ്ട്. അടുത്ത വരും രണ്ട് കൈ തന്നെ. വലിയ മാങ്ങ ഇഷ്ടം പോലെ മൂത്തതാ. നല്ല മൂത്ത നോക്കി മാത്രം നമുക്ക് പൊട്ടിക്കണ്ട. തൊട്ടപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇട്ടാ അതിന് ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരെ കയ്യിൽ തന്നെ വീണിട്ടാ. ഇനി മേലെ കയറണേ. നീ കൊല അങ്ങ് പൊട്ടിച്ചാലാ. അതാ മൂത്ത് കിടക്കണ്ടാ. മൂത്തുണ്ട്. നമുക്ക് ഇത്ര പഴുത്ത് കിട്ടിട്ടാ. എല്ലാം പൊട്ടിച്ചതിനകത്ത് ഇത്ര മാത്രം പഴുത്ത് കിട്ടി. വാടി പഴുത്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇത് മൂത്ത് പഴുത്താണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇത്ര പൊടിച്ചിട്ടുള്ളൂ. ഇനി ബാക്കി ഒരുപാട് വാങ്ങിയിട്ട് അപ്പൊ അതവിടെ കിടക്കട്ടെ, നമുക്ക് ആവശ്യം വരും. അപ്പൊ ഈ മാങ്ങ കൊണ്ടാണ് നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോകേണ്ടത്. ഈ കിടക്കണ മാങ്ങ കൊണ്ട് നമ്മൾ അച്ചാറുണ്ടാക്കും. അടിപൊളി മാങ്ങ അച്ചാർ. ഓക്കെ, ഇത്രയും വലിയ മാവ് നാട്ടിലല്ല കേട്ടോ, അബുദാബിയിലാണ്. ഓക്കെ, അബുദാബിയിലാണ് ഇത്ര വലിയ മാവ്. അപ്പൊ നമ്മൾ ഈ മാവുമ്പോഴത്തെ മാങ്ങ കൊണ്ടാണ് അച്ചാറുണ്ടാക്കാൻ പോണത്. എൻ്റെ മുഖത്തൊക്കെ എന്തോ ഇരിക്കുന്നെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാങ്ങ കൊണ്ടാണ് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. 8 മാങ്ങ നമ്മൾ അച്ചാറിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 50 ml നല്ലെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് വെളുത്തുള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത്.
300 ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി അധികമൊന്നും വേവാൻ നിൽക്കണ്ട, അതിക്കുള്ളിൽ നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്ത അതേ അളവിൽ തന്നെ നമ്മൾ അച്ചാറും പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ അച്ചാറും പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റേണ്ട അച്ചാറും പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ നമുക്ക് കായം ഇടേണ്ട ഒരാവശ്യം വരുന്നില്ല. ഈസ്റ്റേണ്ട അച്ചാറും പൊടിയിൽ നല്ലോണം കായമുണ്ട്. നമ്മളിട്ട മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ലിറ്റർ സുർക്ക ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഉപ്പ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയിരുന്നു, ഉപ്പ് അല്പം കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കുപ്പിയിലേക്ക് ആക്കാൻ പാടുള്ളൂ. അതുപോലെ മൂടി വെക്കാനും പാടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ തുറന്നു വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ആ കുപ്പിയിലേക്ക് നിറയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ അച്ചാറിൻ്റെ പരിപാടി. അച്ചാർ അടിപൊളി അച്ചാറാണ്. ഇനി ഇതൊരു 10-20 ദിവസം വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അച്ചാർ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.